ഇന്ന് രാവിലെ കോടതി കൂടിയപ്പോൾ ഈ ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പ്രതിക്ക് പറയാനുണ്ടോ എന്നുള്ളത് അത് നിയമപരമായിട്ട് കോടതി ചോദിക്കേണ്ടതാണ്. അത് ചോദിച്ചു. അപ്പോ ഗ്രീഷ്മ കോടതിക്ക് പറയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം അടുത്ത് ചെന്ന് പറഞ്ഞു. അതായത് MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നും മുമ്പ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ പാരന്റ്സിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ ഒരു അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത്. പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദം കേട്ടു, അതുപോലെ ഡിഫൻസിന്റെയും വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് 20-ാം തീയതിയാണ് വച്ചിരിക്കുന്നത്. അതായത് ഇപ്പോ ഇത് ഒരു മർഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിന്റെ പ്രധാന കാരണം വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ആരോപണം എന്ന് പറയുന്നത് ഇതിൽ ഷാരോണാണ് ഇക്കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയത്. അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം. ഇപ്പോൾ അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതിൽ അവരൊരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി പ്രതിഭാഗം ആരോപിച്ചത്. ബാക്കി നമുക്ക് ഈ ജസ്റ്റിഫയബിൾ മർഡർ എന്ന് പറയുമ്പോൾ ഇല്ല, ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് ആർഗ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ തെളിവെടുക്കുന്ന സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റാണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത്. അല്ല, ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തിയെന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാവനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. അങ്ങനെ അതിലൂടെ ഈ ഷാരോൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ള ഒരു വാദം കൂടി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചു. താങ്ക് യു.